20 റക്അത്തിൽ കുറഞ്ഞൊരു തറാവീഹ് ലോകത്ത് ഒരു ഇമാമും പരിചയപ്പെടുത്തിയിട്ടില്ല എന്നും. റമളാനു ശരീഫ് സമാഗതമാവുകയാണ്. വളരെ ബഹുമാനമുള്ള മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇവിടെ വളരെ വ്യക്തമായി നാം ഓർക്കേണ്ടതുണ്ട്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ റമളാനു ശരീഫിൽ തറാവീഹ് നിസ്കരിച്ചാൽ അവനിക്ക് മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. റമളാനു ശരീഫ് വരുമ്പോൾ തറാവീഹ് എന്ന് കാലാകാലങ്ങളായി നമ്മൾ നിസ്കരിച്ചു വരുന്ന റമളാനു ശരീഫിലെ പ്രത്യേകമായ 20 റക്അത്തുള്ള നിസ്കാരം ഇന്ന് ചിലർ അതിനെ ഒന്നാക്കി നിസ്കരിക്കുമ്പോൾ വിത്തറെന്നും, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദെന്നും, രാത്രിയാകുമ്പോൾ ഖിയാമുൽ ലൈലെന്നും, റമളാനു ശരീഫിലാകുമ്പോൾ ഖിയാമു റമളാൻ, തറാവീഹ് എന്നൊക്കെ പേര് നൽകപ്പെട്ടുകൊണ്ട് ഒരേ നിസ്കാരത്തിൻ്റെ വ്യത്യസ്ത പേരുകളാണ് എന്ന് ഇന്നലകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ചില അപശബ്ദങ്ങളുണ്ട്. ആരും വഞ്ചിതരായി പോകരുത്. റമളാനു ശരീഫിലെ പ്രത്യേകമായ നിസ്കാരമാണ് എന്ന ബോധ്യത്തിൽ തന്നെ 20 റക്അത്താണ് എന്ന വിശ്വാസത്തിൽ തന്നെ അതിനെ നിർവഹിക്കപ്പെടണം. അല്ലാതെ എല്ലാ കാലത്തുമുള്ള ഒരു നിസ്കാരം എന്ന ചിന്തയിലാണെങ്കിൽ അത് ഇസ്ലാമിലില്ലാത്ത ഒരു ഇബാദത്തിനെ കടത്തിക്കൂട്ടുന്ന പാപത്തിലേക്കാണ് പോവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. പല ശബ്ദങ്ങളും കേൾക്കാം. ഇതിനെതിരെ വിശദമായി വ്യക്തമായി അതിനെക്കുറിച്ച് ഈ നിരന്നു കിടക്കുന്ന കിതാബുകൾ കൊണ്ട് പൂർവികരായ പണ്ഡിത മഹത്തുക്കൾ അതിനെ എങ്ങനെ വിവരിച്ചു, റമളാനിൽ പ്രത്യേകമായ നിസ്കാരം ഉണ്ട് എന്നും അത് 20 റക്അത്താണ് എന്നും 20 റക്അത്തിൽ കുറഞ്ഞൊരു തറാവീഹ് ലോകത്ത് ഒരു ഇമാമും പരിചയപ്പെടുത്തിയിട്ടില്ല എന്നും വിശദമായി ഈ ഗ്രന്ഥങ്ങളുടെ അടിത്തറയിലൂടെ, ഈ ഗ്രന്ഥങ്ങളിലൂടെ ഞാൻ സമർത്ഥിക്കുന്നതാണ്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അപശബ്ദങ്ങളിൽ ഒന്ന് ഇങ്ങനെ കേൾക്കാം. ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, നബിയുടെ രാത്രി നിസ്കാരം എങ്ങനെയാണ്? മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. എന്തുകൊണ്ട് 20 റക്അത്താണ്? ഇമാം ഗസാലി ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ 1-ാം വാള്യം 263-ാമത്തെ പേജിൽ സുന്നത്ത് നിസ്കാരങ്ങളെ വിശദീകരിച്ചുകൊണ്ട് വർഷങ്ങളിൽ മാത്രം വരുന്ന സുന്നത്ത് നിസ്കാരത്തിൽ രണ്ടാമത്തേത് അത്തറാവീഹു വഹിയ ഇശ്റൂന റക്അത്തൻ, അത് 20 റക്അത്താണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിറുൽ ജിലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉന്യത്തു താലിബിൻ ലി ത്വരീഖുൽ ഹഖ് 2-ാം വാള്യം 21-ാമത്തെ പേജിൽ വഹിയ ഇശ്റൂന റക്അത്തൻ, അത് തറാവീഹ് 20 റക്അത്താണ് എന്ന് 21-ാമത്തെ പേജിൽ പറയുന്നു. അതുപോലെ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദബിൽ പറയുന്നു വമദ്ഹബുന അന്നഹ ഇശ്റൂന റക്അത്തൻ, 20 റക്അത്താണ് എന്ന് ശറഹുൽ മുഹദബിൻ്റെ 4-ാം വാള്യം 39-ാമത്തെ പേജിൽ പറയുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഖതീബ് ശിർബീനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു വഹിയ ഇശ്റൂന റക്അത്തൻ ബി അശ്രി തസ്ലിമാത്തിൻ, 10 സലാം കൊണ്ട് 20 റക്അത്താണ്. മുഗ്നി അൽ മുഹ്താജിൻ്റെ 1-ാം വാള്യം 516-ാമത്തെ പേജിൽ കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ മഹല്ലിയുടെ 2-ാം വാള്യം 208-ാമത്തെ പേജിൽ പറയുന്നു വഹിയ ഇശ്റൂന റക്അത്തൻ ബി അശ്രി തസ്ലിമാത്തിൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ 2-ാം വാള്യം 262-ാമത്തെ പേജിൽ പറയുന്നു വഹിയ ഇന്ധന ഇശ്റൂന റക്അത്തൻ, അത് നമ്മൾ ഷാഫി മദ്ഹബിൽ 20 റക്അത്താണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ നിഹായത്തുൽ മുഹ്താജിൻ്റെ 1-ാം വാള്യം 440-ാമത്തെ പേജിൽ പറയുന്നു വഹിയ ഇശ്റൂന റക്അത്തൻ ബി അശ്രി തസ്ലിമാത്തിൻ, 10 സലാം കൊണ്ട് 20 റക്അത്താണ് തറാവീഹ് നിസ്കാരം. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗളത്തു താലിബീൻ 10 വാള്യങ്ങളുള്ള റൗളത്തു താലിബീൻ്റെ 1-ാം വാള്യം 332-ാമത്തെ പേജിൽ പറയുന്നു അത്തറാവീഹു ഇശ്റൂന റക്അത്തൻ ബി അശ്രി തസ്ലിമാത്തിൻ, തറാവീഹ് 20 റക്അത്താണ് 10 സലാം കൊണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ അസ്നൽ മുത്താലിബ് അവിടെ പറയുന്നു വഹിയ ഇശ്റൂന റക്അത്തൻ ബി അശ്രി തസ്ലിമാത്തിൻ ഫി കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിലെ എല്ലാ രാവുകളിലും 10 സലാം കൊണ്ട് 20 റക്അത്താണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഖതീബ് ശിർബീനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതുപോലെ തംബീഹ് ബഹുമാനപ്പെട്ട ഇമാം ഷിറാസി തങ്ങൾ പറയുന്നു വയഖൂമു റമളാന ബി 20 റക്അത്തൻ. ബഹുമാനപ്പെട്ട ഇമാം ഷിറാസി തങ്ങൾ പറയുന്നു അതിന് വിശദീകരണമായിട്ട് ബഹുമാനപ്പെട്ട ഖതീബ് ശിർബീനി തങ്ങൾ അവിടുത്തെ ശറഹു തംബീഹിൽ പറയുന്നു ബി 20 റക്അത്തൻ ബി അശ്രി തസ്ലിമാത്തിൻ. അതുപോലെ ബഹുമാനപ്പെട്ട ശറഹു ബാഫദലിൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു വഹിയ ഇശ്റൂന റക്അത്തൻ ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ. ബഹുമാനപ്പെട്ട ഖതീബ് ശിർബീനി തങ്ങൾ തന്നെ അവിടുത്തെ ഇഖ്നാഇൻ്റെ 1-ാം വാള്യം 307-ാമത്തെ പേജിൽ പറയുന്നു
ശക്തിയായ സുന്നത്ത് നിസ്കാരങ്ങളെ എണ്ണിക്കൊണ്ട് സലാത്തു തറാവീഹ്, മൂന്നാമത്തത് സലാത്തു തറാവീഹാണ്. അത് 20 റക്അത്തൻ, 20 റക്അത്താണ്. എന്നിട്ട് അതിൻ്റെ തെളിവ് പറയുന്നു മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. അതുപോലെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ പറയുന്നു, നൂറ്റാണ്ടുകളിലൂടെയാണ് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനാണ്. അവിടെ മുതൽ ഇമാം അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ മുതൽ നമ്മളിങ്ങനെ ഓരോ നൂറ്റാണ്ടുകളിലൂടെയാണ് കടന്നു വന്നത്. ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, അത്തറാവീഹു, തറാവീഹ് നിസ്കാരം വഹിയ 20 റക്അത്തൻ, അത് 20 റക്അത്താണ്. അതുപോലെ ബുജൈരിമിയിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, വഹിയ 20 റക്അത്തൻ, 20 റക്അത്താണ്. വൽ ഹിക്മത്തു ഫി ദാലിക, എന്തുകൊണ്ട് 20 റക്അത്തായി, അതിൻ്റെ പ്രത്യേകതകൾ വിശദീകരിക്കുന്നു. അതുപോലെ ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, വഹിയ 20 റക്അത്തൻ, അതിൻ്റെ 544-ാമത്തെ പേജിൽ. അതുപോലെ ഹാശിയത്തുൽ ജമലിൽ കാണാം, അതിൻ്റെ 2-ാം വാള്യം 252-ാമത്തെ പേജിൽ പറയുന്നത് കാണാം, വഹിയ 20 റക്അത്തൻ, അത് 20 റക്അത്താണ് എന്ന്. മാത്രവുമല്ല വസിറു ഫി കൗനിഹ 20, പ്രത്യേകിച്ചു എന്തുകൊണ്ടാണ് റമദാൻ മാസത്തിൽ തറാവീഹ് 20 റക്അത്താകാൻ കാരണം, അത് മുഅക്കദായ സുന്നത്ത് 10 ആണല്ലോ, അതിൻ്റെ ഇരട്ടിക്ക് വേണ്ടിയാണെന്നത് സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മീസാനുൽ കുബ്രയിലും പറയുന്നു, 1-ാം വാള്യം 223-ാമത്തെ പേജിൽ, ഇന്ന സലാത്ത തറാവീഹ് നിസ്കാരം ഫി ഷഹ്രി റമദാന 20 റക്അത്തൻ, 20 റക്അത്താണ് എന്ന് അതിൻ്റെ 123-ാമത്തെ പേജിൽ പറയുന്നു. അതുപോലെ ബുസ്റ അൽ കരീമിൽ ബാസൻ റഹിമുല്ലാ പറയുന്നു, 20 റക്അത്തൻ കുല്ല ലൈലത്തിൻ മിൻ റമദാൻ ബിനിയ്യത്തി ഖിയാമി റമദാനു ശരീഫിലെ പ്രത്യേക നിസ്കാരമാണ്. റമദാനിൽ എല്ലാ രാത്രിയിലും അത് 20 റക്അത്താണ് എന്ന് ബഹുമാനപ്പെട്ട ബുസ്റ അൽ കരീമിലും പറയുന്നു. ഇങ്ങനെ നേരത്തെ ഞാൻ ഉദ്ധരിച്ചു മൻ ഖാമ റമളാന എന്നതിൻ്റെ വിശദീകരണം തറാവീഹ് നിസ്കരിച്ചാൽ എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് റിയാദുസ് സാലിഹീനാണ്. റിയാദുസ് സാലിഹീനിലും അതിൻ്റെ 261-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്, ബാബു ഇസ്തിഹ്ബാബി ഖിയാമി റമളാൻ വഹുവ തറാവീഹു, ഖിയാം റമളാൻ എന്ന് പറഞ്ഞാൽ അത് തറാവീഹാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ എന്നതിന് ഞാൻ തറാവീഹ് നിസ്കരിച്ചാൽ എന്ന് അർത്ഥം പറഞ്ഞത്. പ്രത്യേകിച്ചും 2 ഹദീസുകളാണ് തറാവീഹിന് തെളിവായിട്ട് പണ്ഡിത ലോകം പറയുന്നത്. ഒന്ന് മൻ ഖാമ റമളാനയാണ്, മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 രാവുകൾ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, 4-ാമത്തെ ദിവസം വന്നിട്ടില്ല എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. പക്ഷേ മാക്കാന യസീദു ഫി റമളാന, ആ ഒരു ഹദീസ് തറാവീഹിൻ്റെ തെളിവേ അല്ല, അത് വിത്തറിൻ്റേതാണ്. വീണ്ടും കാണാം.